അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് വാക്സിന്റെ റോൾ, എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ കേട്ടറിയുമ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ്? യെസ്, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് അഡോളസെന്റ് സ്പെഷ്യലിസ്റ്റ് ഫ്രം അപെക്സ് ഹെൽത്ത് കെയർ ക്ലിനിക് ആലുവ. ഡോക്ടർ, നമ്മളിത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുവായിരുന്നേ. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടു. ഈ വാക്സിൻ എടുക്കാതിരുന്നാലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടോ ഡോക്ടർ? ഇപ്പൊ നമ്മൾ പലരും ഭയപ്പെടുന്നത് ഇപ്പൊ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മീൻസ് MMR വാക്സിൻ ഒക്കെ എടുത്തിട്ട് പഴയ എവിടെയോ ഏതോ ലിറ്ററേച്ചറിൽ കിടക്കുന്നുണ്ട് ഓട്ടിസം കുട്ടികൾക്ക് വന്നിരിക്കുന്നത്. അതൊന്നും പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനൊന്നും ഒരു ആധികാരികമായിട്ടുള്ള പഠനങ്ങളോ ഒന്നുമില്ല. അത് ഒരു ബേസ്ലെസ് എലിഗേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും അത് തള്ളിക്കളയുക തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇത്രയും അസുഖങ്ങൾ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വന്നേക്കാവുന്ന മീസിൽസ് വന്നു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് മീസിൽസ് ദേഹത്ത് പൊങ്ങി പോകുന്നത് മാത്രമല്ല, അത് കുഞ്ഞുങ്ങളിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ഡിലേസിലും ബ്രെയിനിൽ സ്വിറ്റും സീഷേഴ്സും പല കാര്യങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കൊണ്ടുതീരെ വന്നാലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ പൊട്ടൻസി ബാധിക്കാം, നമുക്ക് ഇൻഫെർട്ടിലിറ്റി ആവാം, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഡയബറ്റീസ് വരാൻ, പല അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ചെയ്തിട്ട് പേടിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ അസുഖങ്ങൾ എവിടേക്ക് കുട്ടികൾക്ക് വന്നു എന്നൊക്കെ ഉള്ള ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ പറയും, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ വാക്സിനേഷന്റെ കാര്യങ്ങളും ഓരോ മരുന്നിന്റെ കാര്യങ്ങളും. ഇനിയിപ്പോൾ ഡോളോ പോലും നമുക്കിപ്പോ ഇത്രയും ആൾക്കാരിൽ ചിലപ്പോൾ അപൂർവം 1-2 പേർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും റിയാക്ഷൻസോ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസോ റെയർ ആയിട്ട് വന്നേക്കാം. അത് വളരെ വളരെ യാദൃശ്ചികമായിട്ടോ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിന് നമ്മൾ വലിയൊരു പൊട്ടൻഷ്യൽ റിസ്ക് ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇത്രയധികം കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം അസുഖങ്ങളിൽ നിന്നും ഇത്രയധികം പ്രൊട്ടക്ഷൻസ്, ഇത്രയധികം മരണങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പൊട്ടൻഷ്യൽ ഹൈ വാല്യൂ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലാതെ അപൂർവം നെഗ്ലിജിബിൾ ആയിട്ട് 0.00% മാത്രം ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും പൊട്ടൻഷ്യൽ റിസ്കിനെ കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് വാക്സിൻ എടുക്കാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ചില കുട്ടികളിൽ 1.5 മാസം 2.5 മാസമൊക്കെ വാക്സിൻ എടുക്കുമ്പോൾ ഈ DPT വാക്സിൻ എടുക്കുമ്പോൾ അതിൽ പെർട്ടുസിസ് കോമ്പൗണ്ടിന്റെ കാരണം കൊണ്ട് ഹൈ ഫീവർ വന്നിട്ട് ചിലപ്പോൾ ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുട്ടികൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കരച്ചിലായിട്ടും ഒരു ഭയങ്കര ഒരു സീരിയസ് സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളത് അടുത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാക്സിനേഷൻ പോകുമ്പോൾ ഡോക്ടറോട് പ്രത്യേകം പറയാൻ വേണം. നമുക്ക് ഈ പറഞ്ഞ ഹൈ ഫീവറോ അല്ലെങ്കിൽ ഈ സീഷ്യസ് ഫിറ്റ്സോ വരാതിരിക്കാൻ ഇല്ലാത്ത രീതിയിലുള്ള വാക്സിൻ അവൈലബിൾ ആണ്. അത് ആ വാക്സിന്റെ പ്രത്യേക കോമ്പൗണ്ടന്റ് കൊണ്ടാണ്, പെർട്ടുസിസിന്റെ ഒരു സെല്ലുലർ കോമ്പൗണ്ടന്റ് കൊണ്ട് വരുന്നതാണ്. പക്ഷെ അതിന്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. പക്ഷെ അതേസമയം ഇങ്ങനെ ഒരു റയർ ആയിട്ട് കുട്ടികൾ ഇങ്ങനെ പ്രശ്നം കാണുകയാണെങ്കിൽ, എല്ലാ കുട്ടികളും അല്ല, അപൂർവമായിട്ട് അതിനുണ്ടെങ്കിൽ നമുക്ക് സെല്ലുലാർ കോമ്പൗണ്ടന്റ് പെർട്ടുസിസിന്റെ വാക്സിൻ അവൈലബിൾ ആണ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, പ്രൈവറ്റിലാണ് അവൈലബിൾ. പക്ഷെ അതിന് ഈ തരത്തിലുള്ള റിസ്കുകളോ ഈ പറഞ്ഞ ഹൈ ഗ്രേഡ് ഫീവറോ ഈ പറഞ്ഞ സീഷേഴ്സോ കുട്ടികളുടെ അമിതമായിട്ടുള്ള ഒരു കരച്ചിലോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ അതിലുണ്ടാവാറില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് കടക്കാവുന്ന കാര്യമാണ്. പിന്നെ പോളിയോ വാക്സിൻ എടുത്തിട്ട് പോളിയോ വന്നു അല്ലെങ്കിൽ പല സൈസ് റിപ്പോർട്ടുകൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനും ഈ പറഞ്ഞ ആധികാരികമായിട്ടുള്ള ഒരു അടിസ്ഥാനമോ പഠനങ്ങളോ കാര്യമായിട്ടില്ല. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ട ഇപ്പോൾ നമ്മുടെ നാട്ടില് പൾസ് പോളിയോ മുഖാന്തരം നമ്മുടെ നാട്ടിലെ എല്ലാ വർഷവും അതുപോലെ എല്ലാ കുട്ടികൾക്കും പോളിയോ കൊടുത്തിട്ട് നമ്മുടെ നാടും ഏതാണ്ട് പോളിയോ മുക്തമായിട്ടുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ലോകത്ത് വളരെ അവശേഷിക്കുന്ന 1-2 രാജ്യങ്ങൾ മാത്രം, അഫ്ഗാനിസ്ഥാൻ അതുപോലെ ആഫ്രിക്കനിലെ ഏതൊരു രാജ്യങ്ങൾ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇനിയിപ്പോ പോളിയോ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ മാത്രം. പക്ഷെ നമ്മുടെ അതിർത്തി രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ റയറായിട്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഇപ്പോഴും ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ പോളിയോ തുള്ളിമരുന്ന് ഇപ്പൊ പതുക്കെ നമ്മളത് ഇഞ്ചക്ഷൻ പോളിയോ രൂപത്തിലേക്ക് മാറ്റി വരുന്നുണ്ട്. മേ ബി ഈ സമീപകാല അടുത്ത സമയത്ത് ഒരുപക്ഷെ ഈ പോളിയോ ഡ്രോപ്സിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ക്വാണ്ടിറ്റി, അതിലെ ഒരു കോമ്പോണൻസിന്റെ അളവൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രസൻസിൽ ഇത് വെച്ചിട്ട്. ഇനി അത് പതുക്കെ ഒരുപക്ഷെ അത് നിന്ന് ഇഞ്ചക്ഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക എല്ലായിടത്തും ഇപ്പോൾ ഡ്രോപ്സിന് പകരം ഇഞ്ചക്ടബിൾ പോളിയോ വാക്സിനേഷൻ ആണ്. അതിപ്പോ നമ്മുടെ നാട്ടിലും ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്തെടുത്താൽ ഓൾവേസ് ഗുഡ്. ഏതിൽ ഒരെണ്ണം തനിയെ എടുത്താൽ പോലും ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഇങ്ങനെ വാക്സിനേഷൻ ഓരോന്നും ഓരോ കാലഘട്ടങ്ങളിലും സ്റ്റഡീസ് മുഖാന്തരം മാറ്റങ്ങളും വരുന്നുണ്ട്. പുതിയ വാക്സിൻസ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപക്ഷെ ഈ അടുത്ത സമീപ ഭാവിയിൽ ഒരുപക്ഷെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്, ഗവൺമെന്റ് സ്കെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വാക്സിനേഷനാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. വെച്ചാൽ പെൺകുട്ടികളിൽ, സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു സർവിക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖത്ത് ഉണ്ടായേക്കാവുന്ന വാക്സിനേഷൻ്റെ അളവ്. നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ക്യാൻസർ, ഈ ഗർഭാശയ മുഖത്ത് ഉണ്ടാവുന്ന ക്യാൻസറിന്റെ മൂലം മരണപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു സ്ത്രീ മരിക്കുന്നുണ്ടാവും ഈ സെർവിക്കൽ ക്യാൻസർ മുഖാന്തരം. അപ്പൊ അത്രയും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസുഖമായതുകൊണ്ട് സെർവിക്കൽ ക്യാൻസർ പാപ്പിലോമ വൈറസ് വഴി വരുന്നതാണ്. അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഒരുപക്ഷെ മിക്കവാറും ഗവൺമെന്റ് അത് ഫ്രീ ആയിട്ട് അടുത്ത കാലങ്ങളിൽ അത് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രീ ആയിട്ട് കൊടുക്കാം സ്ത്രീകളിൽ.
പ്രസന്റ്ലി അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 10 വയസ്സ് കഴിഞ്ഞാൽ ഏത് പെൺകുട്ടികൾക്കും അത് 23-30 വയസ്സ് വരെ നമുക്കത് എടുക്കാവുന്ന വാക്സിനേഷൻ ആണ്. നമ്മൾ കുട്ടികൾക്ക് ഒത്തിരി വലിയ വലിയ ഡൗറിയില സ്ത്രീധനെല്ലാം കൊടുത്ത് കട്ടിച്ചയക്കുമ്പോഴേ ഒരുപക്ഷെ നമ്മൾ ഒരു കരുതലായിട്ട് നമുക്ക് അവർക്ക് ഈ പറഞ്ഞ പാപ്പിലോമ വൈറസ് മുഖാന്തരം വരുന്ന ഗർഭാശയ മുഖത്തുണ്ടാവുന്ന ക്യാൻസർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഈ ഒരു വാക്സിൻ, ഹ്യൂമൻ HPV വാക്സിൻ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് അത് കൊടുക്കാവുന്ന കാര്യമാണ്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് രക്ഷിതാക്കള് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക.